നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. RCBക്ക് ഇന്നത്തെ കളി അതിനിർണായകമാണ്, DC-ക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പ്ലേ ഓഫ് സ്പോട്ടിനായിട്ട് പോരടിക്കുന്ന രണ്ട് ടീമുകൾ നേർക്കുനേർ വരുന്നു. ഇന്ന് ചിന്നസ്വാമിയിൽ തീ പടരുമെന്ന് ഉറപ്പാണ്. ഇന്ന് ഡബിൾ ഹെഡറുള്ള ദിവസമാണ്, രണ്ടാമത്തെ മത്സരമാണ്. RCB വേഴ്സസ് DC പോരാട്ടം. ഈ കളിയിലേക്ക് വരുമ്പോൾ 12 കളികളിൽ നിന്ന് 10 പോയിന്റാണ് RCBക്കുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നെറ്റ് റൺ റേറ്റ് ഉണ്ട്. 12 കളികളിൽ നിന്ന് 12 പോയിന്റാണ് DC-ക്കുള്ളത്. RCB വിജയിച്ചാൽ DC-യെ മറികടന്ന് മുന്നോട്ട് പോകും ഈ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ. അതേസമയം DC വിജയിച്ച 14 പോയിന്റായി പ്ലേ ഓഫ് സാധ്യത ഒന്നുകൂടി അവർക്കരികിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രണ്ട് ടീമും മെയ് മറന്നൊരു പോരാട്ടത്തിന് ഒരുങ്ങും. പക്ഷെ DC-യുടെ കാര്യത്തിൽ അവരുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് ഇന്നത്തെ മത്സരം കളിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. അത് അവരുടെ ബാറ്റിങ്ങിനെ ഒന്ന് ദുർബലപ്പെടുത്തും എന്നുള്ളതും ശരിയാണ്. അക്സർ പട്ടേൽ ആയിരിക്കും ഇന്ന് നായകനെന്ന് നേരത്തെ റിക്കി പോണ്ടിങ് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേസമയം RCB-യുടെ കാര്യത്തിൽ ചില സംശയങ്ങളുള്ളത് ഗ്ലെൻ മാക്സ്വെല്ലിനെ കളിപ്പിക്കണോ വേണ്ടയോ, ഫെർഗൂസനോ ഗ്ലെൻ മാക്സ്വെല്ലോ, അതായത് പേസ് ബോളറോ ഒരു ബാറ്ററോ എന്നുള്ള ചോദ്യം അവരുടെ മുന്നിലുണ്ട്. കുൽദീപ് യാദവിനെ പോലുള്ള ഒരു സ്പിന്നർക്കെതിരെ നല്ല രൂപത്തിൽ റെക്കോർഡുള്ള ആളാണ് ഗ്ലെൻ മാക്സ്വെൽ എന്നുള്ളത് കൊണ്ട് കുൽദീപ് ഇപ്പോൾ നന്നായിട്ട് മാച്ചുകളെ കൺട്രോൾ ചെയ്യാറുണ്ട്. അത് പൊട്ടിക്കണമെങ്കിൽ മാക്സ്വെല്ലിനെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. നമ്മൾ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ 12 ഒക്കെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാക്സ്വെല്ല് കുൽദീപിനെതിരെയുള്ള പ്രകടനം 45 പന്തുകൾ കുൽദീപിനെ നേരിട്ടപ്പോൾ 79 റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട്. പക്ഷെ 4 തവണ പുറത്തായിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 175.55 ആണ്. അപ്പോൾ മാക്സ്വെല്ലാണ് കളിക്കുന്നതെങ്കിൽ ഫെർഗൂസൻ പുറത്തിരിക്കും. ഇനി അതല്ല, ഫെർഗൂസൻ കളിക്കുമെങ്കിൽ ബാറ്റിംഗ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. മഹിബാൽ ലോംറോർ വിജയകുമാർ വൈശാഖിന് പകരം കളിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നത് കൂടി നോക്കുക. എന്തായാലും അവരുടെ പ്രോബിൾ 12ലേക്ക് വന്നാൽ വിരാട് കോഹ്ലി, ഫാഫ് ഡു പ്ലസി, വിൽ ജാക്സൺ, രജത് പട്ടിദാർ, ഗ്ലെൻ മാക്സ്വെല്ല് കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ 12 പറയുന്നത്. ഗ്ലെൻ മാക്സ്വെല്ല്, ദെൻ കാമറൻ ഗ്രീൻ, ദിനേശ് കാർത്തിക്, സ്വപ്നിൽ സിംഗ്, കരൺ ശർമ്മ, മുഹമ്മദ് ഷാമി, വിജയകുമാർ വൈശാഖ്, യാഷ് ദയാൽ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദയാൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കും, രജത് പട്ടിദാർ ആയിരിക്കും അതിനുവേണ്ടി വഴിമാറി കൊടുക്കുക. ഏതായാലും ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിൽ പോണ്ടിങ് പറഞ്ഞിട്ടുണ്ട് അക്സർ പട്ടേൽ ആയിരിക്കുമെന്ന്, പന്തിന്റെ അഭാവത്തിൽ നായകനായിട്ട് വരിക എന്ന്. അതേസമയം മറ്റു ചില സാധ്യതകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഡേവിഡ് വാർണർ വീണ്ടും ഫിറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 4 കളികൾ മിസ്സായ ആളാണ്. അപ്പൊ അദ്ദേഹം തിരികെ എത്തുകയാണെങ്കിൽ ഷായ് ഹോപ്പ് പുറത്തിരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. പിന്നെ ഈ ഒരു കണ്ടീഷൻ പരിഗണിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ പേസ് ബോളർ ജെ റിച്ചാർഡ്സനെ കളിപ്പിക്കാനുള്ള സാധ്യത കൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയണം. പിന്നെ മറ്റൊരു കാര്യം, പന്ത് വരാത്തത് കൊണ്ട്, പന്തില്ലാത്തത് കൊണ്ട് ഒരു ഇന്ത്യൻ ബാറ്റർ വേണം. പൃഥ്വി ഷോ ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഓപ്പണിങ്ങിൽ പോറൽ തന്നെ തുടർന്നേക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നതുകൊണ്ട്, ഇന്നലെ പോണ്ടിങ് തന്നതുകൊണ്ട്, അപ്പൊ പിന്നെ മിഡിൽ ഓർഡർ ബാറ്റർ ആയിരിക്കും ഉണ്ടാവുക. അത് യാഷ് ദുളോ അല്ലെങ്കിൽ കുമാർ കുഷാഗ്രയോ ആവാനുള്ള സാധ്യതയും കാണുന്നു. എന്തായാലും അവരുടെ പ്രോബിൾ 12ലേക്ക് വന്നാൽ ജെയ്ക് ഫ്രൈസർ ബഗാർക്ക്, അഭിഷേക് പോറൽ, നമ്പർ 3 ഡേവിഡ് വാർണർ ഓർ ഷായ് ഹോപ്പ്, വാർണർ കളിക്കാനുള്ള സാധ്യത കാണുന്നു. നമ്പർ 4 യാഷ് ദുളോ ഓർ കുമാർ കുഷാഗ്ര, നമ്പർ 5 ട്രിസ്റ്റൻ സ്റ്റബ്സ്, ദെൻ അക്സർ പട്ടേൽ, ലളിത് യാദവ് ഓർ സമിത് കുമാറാണ് നമ്പർ 7 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 8 റഷീദ് സലാം, നമ്പർ 9 കുൽദീപ് യാദവ്, നമ്പർ 10 മുകേഷ് കുമാർ, ദെൻ ജയ് റിച്ചാർഡ്സൺ. അങ്ങനെയെങ്കിൽ ഖലീൽ അഹമ്മദ് ഇമ്പാക്ട് പ്ലെയറുടെ റോളിലായിരിക്കും വരിക. അത് യാഷ്ദുലോ കുമാർ കുഷാഗ്രയോ ആരാണ് കളിക്കുക, അവരെ ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഇമ്പാക്ട് പ്ലെയർ സ്ട്രാറ്റജി നടപ്പാക്കുക. എന്തായാലും രണ്ട് ടീമിന്റെയും ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് തന്നെ നല്ലൊരു കളിയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.